കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെപ്പോലെയായിരിക്കുന്നു ഇസ്രായേൽ ഇപ്പോൾ. പണവും ആയുധവും നൽകി ഒപ്പം നിന്ന യുഎസിനെ പോലും ഇസ്രായേൽ ഇപ്പോൾ അനുസരിക്കുന്നില്ല. ഗാസയിൽ ഉൾപ്പെടെ യുഎസിനെ ധിക്കരിച്ച് ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. ഗാസ വിഷയത്തിൽ പരസ്യമായി ഇസ്രായേൽ യുഎസിനെ തള്ളിപ്പറഞ്ഞു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യുഎസിൻ്റെ ഉപദേശം തങ്ങൾക്ക് ആവശ്യമില്ലെന്ന വ്യക്തമായ സന്ദേശവും നെതന്യാഹു യുഎസിന് നൽകി. ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇസ്രായേലെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു. ഇക്കാര്യം വിശദമായി തന്നെ നെതന്യാഹു പറയുന്നുണ്ട്. താൻ വാഷിങ്ടണിലായിരുന്നപ്പോൾ ആളുകൾ പറഞ്ഞത് അമേരിക്കൻ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് താനാണെന്നും അതിൻ്റെ സുരക്ഷാ നയം താൻ നിർദ്ദേശിക്കുന്നുവെന്നുമാണ്. ഇപ്പോൾ അവർ നേരെ വിപരീതമാണ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ ഭരണകൂടം തന്നെ നിയന്ത്രിക്കുകയും ഇസ്രായേലിൻ്റെ സുരക്ഷാ നയം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവെന്ന്. രണ്ടും ശരിയല്ലെന്ന് നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രമാണ്, യുഎസും ഒരു പരമാധികാര രാഷ്ട്രമാണ്, ഞങ്ങൾ തമ്മിൽ പങ്കാളിത്ത ബന്ധമാണുള്ളത് നെതന്യാഹു പറഞ്ഞു. നമ്മുടെ സുരക്ഷാ നയം നമ്മുടെ കൈകളിലാണ്. നമുക്കെതിരായ ആക്രമണങ്ങൾ നമ്മൾ സഹിക്കില്ല. നമ്മുടെ സ്വന്തം സുരക്ഷ നമ്മൾ നിയന്ത്രിക്കുന്നു. ഏതൊക്കെ ശക്തികളാണ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതെന്ന് ഇസ്രായേൽ തീരുമാനിക്കുമെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നത് തുടരും, നെതന്യാഹു വ്യക്തമാക്കി. അതിൻ്റെ ഭിന്നത തുറന്നു പറഞ്ഞ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഈ ലോകത്തോട് മുഴുവൻ പോരാടാൻ കഴിയില്ലെന്ന് താൻ പറഞ്ഞതായി പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ലോകം നമ്മുടെ ആക്രമണം കണ്ടു മടുത്തു. നിങ്ങൾക്ക് ലോകത്തോട് പോരാടാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യക്തിഗത യുദ്ധങ്ങൾ നടത്താം, പക്ഷേ ലോകം നിങ്ങൾക്കെതിരാണ്. ലോകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ വളരെ ചെറിയൊരു സ്ഥലമാണെന്ന് നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് വെളിപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൻ്റെ പരമാധികാരം പ്രയോഗിക്കുന്നതിനുള്ള പ്രാഥമിക വോട്ടെടുപ്പ് നെസറ്റ് പാസാക്കിയതിനെക്കുറിച്ചും ട്രംപ് സംസാരിച്ചു. അത് സംഭവിക്കില്ല. ഞാൻ അറബ് രാജ്യങ്ങൾക്ക് വാക്ക് നൽകിയതാണ്. നിങ്ങൾക്കിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് വലിയ അറബ് പിന്തുണ ലഭിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടപ്പെടും, ട്രംപ് വ്യക്തമാക്കി. ഇപ്പോഴിതാ വെസ്റ്റ് ബാങ്ക് വിഷയത്തിൽ പ്രതികരണവുമായി സൗദി അറേബ്യ എത്തിയിരിക്കുന്നു. ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റ വിപുലീകരണത്തിനും ഗാസ ഉപരോധത്തിനുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സൗദി അറേബ്യ. ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ആഹ്വാനവും സൗദി ആവർത്തിച്ചു. വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ നീക്കത്തെ സൗദി അംബാസിഡർ അബ്ദുൽ അസീസ് അൽവാസിൽ അപലപിച്ചു. അവ സമാധാനത്തിന് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്ന ദീർഘകാല ആവശ്യം സൗദി അറേബ്യ ആവർത്തിച്ചു. ഇസ്രായേലിൻ്റെ കുടിയേറ്റ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം, ഗാസയിലെ ഉപരോധം നീക്കാനും ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കാനും നിർണായക നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനോട് സൗദി ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് കൗൺസിൽ യോഗത്തിൽ സംസാരിച്ച സൗദി അറേബ്യയുടെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധി അബ്ദുൽ അസീസ് അൽവാസിൽ രാജ്യം ഫലസ്തീൻ ജനതയോടും അവരുടെ ന്യായമായ ലക്ഷ്യത്തോടുമുള്ള ഉറച്ച നിലപാട് ആവർത്തിക്കുന്നു. സമഗ്രവും നീതിയുക്തവുമായ സമാധാനം കൈവരിക്കുന്നതിനുള്ള പുതിയ ശ്രമങ്ങൾ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പലസ്തീൻ പ്രശ്നത്തിന് നീതിയുക്തവും ശാശ്വതവുമായൊരു പരിഹാരം കണ്ടെത്താൻ എൻ്റെ രാജ്യം വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്, അദ്ദേഹം പറഞ്ഞു. ഗാസ മുനമ്പിൽ ഫലസ്തീൻ ജനത ദീർഘകാലമായി ഏറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. മേഖലയിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാനും പുനർനിർമ്മാണം ആരംഭിക്കാനും ജനങ്ങളെ അവരുടെ നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാനും പ്രാപ്തരാക്കാനുമുള്ള ശ്രമങ്ങൾ സൗദി ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.